തെന്നിന്ത്യൻ സിനിമാ ലോകം ഒരിക്കലും മറക്കാത്ത പേരാണ് നടി സൗന്ദര്യയുടേത്. തൻ്റെ കരിയറിൻ്റെ പീക്ക് ടൈമിൽ നിൽക്കവെയാണ് സൗന്ദര്യ തേടി മരണമെത്തുന്നത്. 2004 ഉണ്ടായ വിമാന അപകടത്തിലാണ് സൗന്ദര്യ മരണപ്പെടുന്നത്. മരണത്തിന് 22 വർഷങ്ങൾക്കിപ്പുറം സൗന്ദര്യ ഇപ്പോഴിതാ വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ്. സൗന്ദര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട പുതിയ ആരോപണങ്ങളാണ് വിവാദത്തിന് വഴിയൊരുക്കിയിരിക്കുന്നത്. 2 പതിറ്റാണ്ടിന് ശേഷം സൗന്ദര്യയുടെ മരണത്തിന് ഉത്തരവാദി തെലുങ്ക് സിനിമാ താരം മോഹൻ ബാബുവിൻ്റെ പേരാണ് ആരോപിക്കപ്പെടുന്നത്. സാമൂഹിക പ്രവർത്തകനായ ചിട്ടി മല്ലുവാണ് മോഹൻ ബാബുവിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ആന്ധ്രയിലെ ഖമ്മം ജില്ലാ പോലീസ് മേധാവിക്കാണ് ചിട്ടി മല്ലു പരാതി നൽകിയിരിക്കുന്നത്. സൗന്ദര്യയുടേത് അപകട മരണമല്ലെന്നും കൊലപാതകമാണെന്നുമാണ് പരാതിയിൽ പറയുന്നത്. സൗന്ദര്യയുടെ ശംഷാബാദിലെ 6 ഏക്കർ ഭൂമി വിൽക്കാൻ മോഹൻ ബാബു സമ്മർദ്ദം ചെലുത്തിയിരുന്നു. എന്നാൽ സൗന്ദര്യയും സഹോദരനും സ്ഥലം വിൽക്കാൻ ഒരുക്കമായിരുന്നില്ല. സൗന്ദര്യയുടെ മരണശേഷം ഈ സ്ഥലം മോഹൻ ബാബു കരസ്ഥമാക്കിയെന്നാണ് പരാതിയിൽ പറയുന്നത്. അതേസമയം പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. മോഹൻ ബാബു പരാതിയോട് പ്രതികരിച്ചിട്ടില്ല. സൗന്ദര്യയുടെ മരണത്തിന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്തുകൊണ്ടാണ് പരാതിയുമായി ഇപ്പോൾ വരാൻ കാരണം എന്ന ചോദ്യം ഉയർന്നിട്ടുണ്ട്. പോലീസ് നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മോഹൻ ബാബുവിൻ്റെ പ്രതികരണത്തിനായി ആരാധകർ കാത്തിരിക്കുകയാണ്. 2004 രാജ്യത്തെ നടുക്കിയ സൗന്ദര്യയുടെ മരണം സംഭവിക്കുന്നത്. ബാംഗ്ലൂരിന് സമീപം ജക്കൂർ എയർ സ്ട്രിപ്പിൽ വെച്ചാണ് സൗന്ദര്യ സഞ്ചരിച്ച വിമാനം അപകടത്തിൽപ്പെടുന്നത്. BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകുന്ന വഴിയായിരുന്നു അപകടം. ആ സമയം സൗന്ദര്യ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശനം നടത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. സൗന്ദര്യയ്ക്കൊപ്പം സഹോദരൻ അമർനാഥ് ഷെട്ടിയും പൈലറ്റ് ജോയ് ഫിലിപ്പും BJP നേതാവ് രമേഷ് യാദവും വിമാനത്തിലുണ്ടായിരുന്നു. പറന്നുയർന്ന നിമിഷങ്ങൾക്കകം വിമാനം അപകടത്തിൽപ്പെടുകയും പൊട്ടിത്തെറിക്കുകയുമായിരുന്നു. സൗന്ദര്യയ്ക്കൊപ്പം സഹോദരനും പൈലറ്റും BJP നേതാവും മരണപ്പെട്ടു. കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത വിധമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. മരിക്കുമ്പോൾ സൗന്ദര്യ ഗർഭിണിയായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ആ സമയം തെലുങ്ക് സിനിമയിലും കന്നഡ സിനിമയിലും തമിഴിലും മലയാളത്തിലുമെല്ലാം അഭിനയിച്ച് നിറഞ്ഞു നിൽക്കുകയായിരുന്നു സൗന്ദര്യ. 3 തവണ നന്ദി പുരസ്കാരങ്ങളും 2 തവണ കർണാടക സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും സൗന്ദര്യ ഇതിനോടകം നേടിയിരുന്നു. സാക്ഷാൽ അമിതാഭ് ബച്ചൻ്റെ നായികയായി സൂര്യവംശി എന്ന ചിത്രത്തിലും അഭിനയിച്ചു. കിളിച്ചുണ്ടൻ മാമ്പഴത്തിലൂടെ മോഹൻലാലിൻ്റെ നായികയായി മലയാളത്തിൽ ഒരുപാട് ആരാധകരെ നേടിയെടുക്കാൻ സൗന്ദര്യയ്ക്ക് സാധിച്ചിരുന്നു. ജയറാമിൻ്റെ നായികയായി യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രവും കയ്യടി നേടിയിരുന്നു. ഇന്നും ആരാധകർ ഏറെ സ്നേഹത്തോടെ ഓർക്കുന്ന പേരാണ് സൗന്ദര്യയുടേത്. സൗന്ദര്യ എന്ന പേരിൽ പോലും സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന, അഭിനയത്തിലും പെരുമാറ്റത്തിലും സൗന്ദര്യത്തിൻ്റെ സൗരഭ്യം അറിയിച്ച സൗന്ദര്യ എന്ന എക്കാലത്തെയും സൗന്ദര്യം നിറഞ്ഞ നടി സൗന്ദര്യയുടെ ആത്മാവിന് GPS മീഡിയ നിത്യശാന്തി നേർന്നുകൊള്ളുന്നു.